നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമുക്കൊരു അടിപൊളി ദം പൊറോട്ട ഉണ്ടാക്കിയാലോ. നമ്മൾ കാടയിറച്ചി വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കാടക്കുട്ടന്മാരെ നമുക്ക് ആദ്യം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് പച്ചമുളക് പേസ്റ്റ് അടിച്ചത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് നാരങ്ങ നീര്. നമുക്ക് എല്ലാ കാടക്കുട്ടന്മാരെ നല്ല രീതിക്ക് മസാല വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ കാടയൊക്കെ ഒന്ന് മാരിനേറ്റ് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തീയൊക്കെ കത്തിച്ച് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ കാട എവിടെ ഇരുന്ന് മാരിനേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഉരുളിയിൽ നിന്ന് മാറ്റി കേട്ടോ, കാരണം ഉരുളിയിൽ ഫ്രൈ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഉരുളി നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചങ്ങോട്ട് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിനി കാട അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഇളക്കി മറിക്കരുത്, കാരണം ഈ മസാലയൊക്കെ ഇതിൽ നിന്ന് മാറിപ്പോവും, ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് കാട ഫ്രൈ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അങ്ങോട്ട് മറ്റേ മൊരിച്ച് കോരുന്നില്ല കേട്ടോ, ഒരു സോഫ്റ്റ്നെസ് ഇരിക്കട്ടെ. നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ, കാരണം ഓവർ മസാല ഒന്നുമില്ല, നല്ല സോഫ്റ്റ് സാധനം. അയ്യവ അപ്പോൾ നമ്മുടെ എല്ലാ കാടയും ഇനി ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബാച്ച് കാടയും ഇതാ ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ദം പൊറോട്ടയ്ക്ക് നമുക്കൊരു മസാല റെഡിയാക്കണം കേട്ടോ, അത് ദം ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് തേങ്ങാക്കൊത്തിടുക ആദ്യം എണ്ണയ്ക്കകത്തോട്ട്. അടുത്തായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടാം. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ പകുതി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാട വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെയായിട്ട് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഈ കളറ്. അപ്പോൾ ഇതിനകത്തോടെ നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി കേട്ടോ, ഒരല്പം കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലകൾ ഇട്ട് കൊടുക്കും. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് പൊരിച്ച കാട ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മസാലയ്ക്ക് അതൊന്ന് പുരട്ടിയെടുക്കാം. മസാലയ്ക്കകത്തൊക്കെ ആ കാട ഇങ്ങോട്ട് പുരണ്ടപ്പോൾ അല്ലേ സുന്ദര കുട്ടന്മാരായിരുന്നു.
മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ദം പൊറോട്ട ഉണ്ടാക്കാനുള്ള. അപ്പോൾ നമ്മുടെ ദം പൊറോട്ടയുടെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന നേരത്തെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിൽ വാഴയില ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പൊറോട്ട എടുക്കാം. ലെയറായിട്ടുള്ള സാധനം ഞങ്ങൾ തല്ലി ഇതാക്കിയോടാ, പദം വരുത്തിയോ പൊറോട്ട നൂല് പോലെ. ഇനി നമുക്ക് കാടയുടെ മസാല ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് ലെയർ ആക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ പൊറോട്ട എടുക്കാം. ഈ പൊറോട്ടയുടെ ലെയർ കൊണ്ട് പൊറോട്ട എടുക്കാൻ പറ്റുന്നില്ലല്ലോ, ലെയർ മാറിപ്പോകും. നമുക്ക് അടുത്ത ലെയറും ഇതേപോലെ കാട ഓരോ ലെയർ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ലെയർ നമുക്ക് ഇതാ മുന്തിരി അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഫുൾ ലെയർ ഇതേപോലെ പൊറോട്ടയും നമ്മുടെ കാട മസാല ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദം പൊറോട്ട അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. പാത്രത്തിനകത്ത് നമ്മൾ ഏറ്റവും ടോപ്പിൽ വാഴയിൽ വെച്ച് തന്നെ അടിയിൽ വെച്ച പോലെ ഒന്ന് മൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് അങ്ങോട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് ആവി കയറി വരുന്ന പോലെ അങ്ങോട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ദം പൊറോട്ട നമ്മളിതാ അടുപ്പിൽ നിന്ന് അങ്ങോട്ട് ഇറക്കുക കേട്ടോ. എൻ്റെ പോലെ ഒരു 10 മിനിറ്റോളം നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ സാധനം നമുക്ക് ഡിമോൾഡ് ചെയ്യണം. മുണ്ടയിലൊക്കെ മൊത്തം ചെളിയാണ്. ഓ നശിപ്പിച്ചു എന്നല്ല, പണി എടുക്കുമ്പോഴേ ചെളിയാവില്ല. പണിയുണ്ട് മോനെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതങ്ങോട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഒരു ഗംഭീര കാഴ്ചയായിരിക്കും. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇത് മറിക്കാം കേട്ടോ. ഈ പാത്രം നമുക്ക് അങ്ങോട്ട് പൊക്കാവേ. എടാ നമ്മുടെ ആ ഗ്രേവിക്കകത്തേക്കേ ആ പൊറോട്ടയ്ക്ക് അങ്ങോട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാ. ഇത് കണ്ടോ, കളറൊക്കെ മാറിയത് പൊറോട്ടയുടെ. നമുക്കിങ്ങനെ മാറ്റാവേ. അപ്പോൾ നമ്മുടെ ദം പൊറോട്ടയൊക്കെ ഇതാ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സാധനം ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, കൊതി ഊറിയിട്ടിരിക്കുവാണ് നമ്മൾ. എൻ്റെ മോനെ. അപ്പോൾ നമ്മുടെ പൊറോട്ട ലെയറോട് കൂടിയ പൊറോട്ട ഇങ്ങനെ എടുക്കണം. ആഹാ, ആ ഗ്രേവിക്കകത്തേക്ക് അങ്ങോട്ട് കുതിർന്നിട്ടുണ്ടല്ലോ. എൻ്റെ ഒരു കാട ഇങ്ങോട്ട് വാടാ. ഇതാ നല്ല ഫ്രൈ ചെയ്ത കാട. നമ്മൾ ഈ വെച്ച കറിയും ഈ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇല്ലടാ, അതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരിത്. കാട ഇത് വെച്ച് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അടിപൊളിയായിട്ടല്ലോ വെച്ചേ. അതിങ്ങനെ ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ മസാലയ്ക്ക് അത് നല്ല രീതിയിൽ കുതിർന്ന് നല്ല ചൂടോടെ ഉള്ള പൊറോട്ട, ആ ഒരു ഫീല്. രണ്ട് സെപ്പറേറ്റ് കഴിക്കണ്ടല്ലോ. ഇതുകൊണ്ട് നമ്മുടെ കാടയൊക്കെ ഉണ്ടോ, ഉഷാറാട്ടോ, സെറ്റില്ലേ. മസാല പൊള്ളിയാണ്. ഒരു ദം പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കപ്പയും മറ്റേ കറിയും സെപ്പറേറ്റ് വെക്കില്ലേ, അതും കപ്പ ബിരിയാണി വെക്കുമ്പോഴും തമ്മിലുള്ളൊരു വ്യത്യാസമില്ല. ആ സംഭവം സിമ്പിളായിട്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കപ്പ മാറുന്ന സ്ഥാനത്ത് പൊറോട്ട ആയി കഴിഞ്ഞാൽ എടാ മനസ്സിലായി. കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച്. അല്ലാണ്ട് ഇപ്പോൾ പൊറോട്ടയും കറി എന്ന് പറയുമ്പോൾ രണ്ട് സെപ്പറേറ്റ്. ആ ഒരു പൊറോട്ടയ്ക്ക് വേറെ ലെവൽ കേട്ടോ.
സെറ്റ് നല്ല കോമ്പിനേഷൻ. ദം പൊറോട്ട ഉണ്ടാക്കിയില്ലെങ്കിലേ ഈ കാടയുടെ മസാല ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉഷാർ സാധനം എന്ന് പറഞ്ഞാൽ ഉഷാർ സാധനം. അതേപോലെ ഈ ഒരു റെസിപ്പി അറിയാലോ, ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഗംഭീരമാണ്. അതിൽ കാട ഫ്രൈ ചെയ്ത് മാത്രമല്ല കഴിക്കുന്നത് ഭൂരിഭാഗവും. അതെ അതെ. ഇതേപോലെ മസാല ഒന്നും അടിച്ച് കഴിക്കുന്നില്ല. അത് ഒരു ഉഗ്രൻ സാധനം കേട്ടോ. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ മനസ്സ് നിറയും. അടിപൊളി സാധനം കേട്ടോ. നമ്മുടെ ഈ കാട വെച്ച് ഒരു അച്ചാറിട്ട് എങ്ങനെയുണ്ടാവും? കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരു വെറൈറ്റി അച്ചാറായിരിക്കും കേട്ടോ. അതേപോലെ നമ്മുടെ നോൺ വെജ് അച്ചാറുകളും എല്ലാം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക, നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മുടെ ഒരു എന്താ പറയുക, നോർമലായിട്ടുള്ളൊരു ഫീലല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് വാങ്ങി കഴിച്ച് നോക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ദം പൊറോട്ടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതേപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് ഇടണം. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അപ്പം ഇതിലും മനോഹരമായിട്ടുള്ള നല്ല ഗംഭീര വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും പീസ്.